ഹലോ മച്ചാമാരെ, ഇന്ന് നമ്മൾ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിടിലം പടം. ദിലീപേട്ടൻ്റെ തിരിച്ചുവരവ് തന്നെയായിരുന്നു, വമ്പൻ തിരിച്ചുവരവ് കഴിഞ്ഞ്. പിന്നെ പഴയ ദിലീപേട്ടനെ, പഴയ മാനറിസങ്ങളും ഒക്കെ കാട്ടിയ ഒരു ദിലീപേട്ടനെയൊക്കെ സിനിമ ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചിരുന്നു. ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ തൊട്ട് ഇൻ്റർവെൽ ബ്ലോക്ക് വരെ ഫുൾ കോമഡി രീതിയിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില കോമഡി ചീറ്റിപ്പോയെങ്കിലും ഫസ്റ്റ് ഹാഫ് മൊത്തം എൻ്റെ അടുത്തിരിക്കുന്ന ഫാമിലി പ്രേക്ഷകരൊക്കെ പൊട്ടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമയുടെ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പകുതി വരെ ഒരു കോമഡി രീതിയിലാണ് കോമഡീസ് വർക്കൗട്ട് ആയെങ്കിലും സെക്കൻഡ് ഹാഫ് എൻ്റയർലി ഒരു ഇമോഷണൽ ട്രോമയിലൂടെയാണ് പോകുന്നത്. ഒരു നല്ല മെസ്സേജ് സിനിമയെ കൊടുത്തിട്ടുണ്ട് സിനിമയുടെ സംവിധായകൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ പഴയ ദിലീപിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് സിനിമയുടെ സംവിധായകൻ മേക്ക് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഒരു ഇമോഷണൽ ഡ്രാമ രീതിയിലാണ് സിനിമയുടെ സംവിധായകൻ ഒരുക്കി വച്ചിരിക്കുന്നത്. സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, അതുപോലെ തന്നെ സിനിമയുടെ ആർട്ട്, പിന്നെ സിനിമാറ്റോഗ്രാഫി, BGM, മ്യൂസിക്, ആ ഡിപ്പാർട്ട്മെൻ്റൊക്കെ കിടിലനായിട്ട് സിനിമ വന്നിട്ടുള്ളൂ. ടെക്നിക്കലി അടിപൊളി പടമാണ്. കിടിലൻ, മസ്റ്റ് വാച്ച്, ഒരു കോമഡി പൊളി സാധനമാണ്. അത് ഞാൻ ഉറപ്പ് തരാണ്. സെക്കൻഡ് ഹാഫ് ആണ് ഒരു ഇമോഷണൽ ഇതിലായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് വരെ നിങ്ങൾക്ക് ഒരു കോമഡി പൊളി സാധനം കാണാൻ സാധിക്കും. ആകെ മൊത്തത്തിൽ എനിക്ക് ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഈ യൂട്യൂബേഴ്സിൻ്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം അങ്ങനെ കാണിച്ചു തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. സെക്കൻഡ് ഹാഫ് രക്ഷയില്ല. ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര എത്തിയിട്ടില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല എന്ന് പറയാം. അത് മൊത്തത്തിൽ പ്രിൻസ് ആൻഡ് ഫാമിലി കിടിലം പടമാണ്. ഫാമിലിക്ക് ഞാൻ മസ്റ്റ് വാച്ച് പടമാണ്. ഒരു രക്ഷയില്ല. ദിലീപേട്ടൻ ഈസ് ബാക്ക്.